ഈ ഭഗവാനെ കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ കീർത്തിച്ചാൽ എന്താ കിട്ടുകയാണ്. ഭഗവാനെ കീർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഭഗവാനെ കീർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് സ്വാനുഭാവം പറയണമെന്നാണ്, സ്വന്തം അനുഭവം പറയണം, എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അനുഭവജ്ഞാനം പറയണം. അപ്പോൾ പറഞ്ഞു, നാരദൻ പറഞ്ഞു, ഞാൻ പണ്ട് ഒരു വീട്ടുവേലക്കാരിയുടെ മകനായിരുന്നു. ബ്രാഹ്മണ ഗൃഹത്തിൽ ജീവിച്ചതായിരിക്കുന്ന ഒരു വീട്ടുവേലക്കാരി, അടിച്ചളിക്കാരി എന്നർത്ഥം. അപ്പോൾ അവിടെ ആട്ടും തുപ്പൊക്കെ തന്നെ സഹിച്ച് ഞാൻ അവിടെ ജീവിച്ചു. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട എൻ്റെ അമ്മയോടൊപ്പം തന്നെ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്നു. അപ്പോൾ ആ സമയത്താണ് ആ സന്യാസിമാർ കുറച്ച് പേര് അവിടെ വന്നു. 7 പേരെന്ന് പറയും, സപ്തർഷികൾ എന്നൊക്കെ പറയും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴെന്തായി, അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് കുട്ടിയെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അന്ന് ഒരു 5 വയസ്സേ ഉള്ളൂ നാരദന്. അപ്പോൾ കുട്ടിയെ അങ്ങോട്ട് ഏൽപ്പിച്ചു. കുട്ടി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. പാത്രം തേച്ച് കഴുത്ത് അവരുടേതായ ഉടുപ്പെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ഒക്കെ ശരിയാക്കി പായ് വിരിച്ചു കൊടുത്തു. പോകാൻ നേരത്തെ ഇവന് സങ്കടം, ഞാനും വരട്ടെ എന്ന് ചോദിച്ചു. ഇപ്പം സമയമായിട്ടില്ല എന്നിങ്ങോട്ട് പറഞ്ഞു. സമയമാകുമ്പോൾ തന്നെത്താൻ നിനക്ക് വരാൻ പറ്റുമെന്നാണ് അന്ന് ആ കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കാകപ്പാടെ നീ മാത്രമല്ല, നീ പോയാൽ എനിക്കാരുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ അത് കേട്ടപ്പോഴാണ് നേരെ ഒരു സന്ധ്യാസമയത്ത് പാല് കറക്കാൻ പോയി അമ്മയെ സർപ്പം കടിച്ചു എന്നാണ്. അപ്പോൾ അമ്മ അവിടെ ബന്ധം ആകെ ഒരാളെയുള്ള ബന്ധമായിട്ട്, അപ്പോൾ ബന്ധം അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് മാറ്റി. പിന്നെ കുട്ടി നേരെ നടന്ന് അങ്ങനെ നടന്നു പോയി. അപ്പോൾ ഈ സന്യാസിമാർ പോണ സമയത്ത് നേരെ ഭഗവാന്റെ ഒരു 4 അവതാരങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. ഭഗവാന്റെ 4 നാമം ഉൾക്കൊള്ളുന്ന ഒരു നാമം പറഞ്ഞു കൊടുത്തു എന്നാണ്. അത് മന്ത്രമാണ്, ചതുശ്ലോകി മന്ത്രമാണ്, പക്ഷേ അത് അമന്ത്രമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നാണ്. അതാണ് ഭാഗവത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറഞ്ഞ കാര്യം. അതാണ് നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസംകർഷണായ ച എന്നാണ്. അതാണ് നേരെ ചതുർമുഖം എന്ന് പറയുന്നത്, ചതുർവ്യൂഹം അതാണ്. അപ്പോൾ നമോ ഭഗവതേ തുഭ്യം, അങ്ങനെ ഭഗവാനെ നമസ്കരിക്കുന്നത് എന്താണ്, പ്രദ്യുമ്നായ അനിരുദ്ധായ നമസംകർഷണായ. അപ്പോൾ 4 ഭാവങ്ങളാണ് ഭഗവാൻ: പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംകർഷണൻ, വാസുദേവൻ. അപ്പോൾ അങ്ങനെയുള്ള 4 ഭാവത്തിലുള്ളതായിരിക്കുന്ന സ്തുതി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതിങ്ങനെ ഉരുവിട്ട് കുറേ കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ മനസ്സിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ നല്ല തെളിച്ചമുണ്ടായി, ആ ഭഗവത് ദർശനം ഉണ്ടായി. അപ്പോൾ അവന് നേരെ അനുഭൂതിയുണ്ട്, ആത്മാനുഭൂതി ഉണ്ടായി. അനുഭൂതിയാണ്, അതുകൊണ്ട് ആളെ കാണലില്ല, ഒരു പ്രകാശം അങ്ങനെ വന്നൊരു അനുഭൂതി ഉണ്ടായി. അപ്പോൾ വീണ്ടും അത് ശ്രമിച്ചപ്പോൾ പറഞ്ഞു, ഈ ജന്മത്തിൽ കാണാൻ പറ്റില്ല, നിനക്ക് പിന്നെ അടുത്ത ജന്മത്തിൽ കാണാമെന്നാണ്. പിന്നെ അങ്ങനെ ഓരോ ജന്മങ്ങൾ എടുത്ത് അവസാനം ബ്രഹ്മദേവൻ്റെ മകനായിട്ട് ജനിച്ചപ്പോഴാണ് പിന്നെ ഭഗവത് കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ആളായിട്ട് നേരെ നാരദനങ്ങളായിത്തീർന്നത്. അപ്പോൾ ആകെ ജപിച്ചത് ഈ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാനെ കീർത്തിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫലം എന്നാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നാമങ്ങളെ കൊണ്ട് അങ്ങോട്ട് കീർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് വ്യാസന് ബോധ്യം വന്നിട്ട് വ്യാസൻ എഴുതാനായിട്ട് തുടങ്ങിയത് എന്നാണ്. അങ്ങനെയാണ് നേരെ ഭാഗവത്തിൻ്റെ തുടക്കം. അതുകൊണ്ടാണ് കലികാലത്തിൽ ഉള്ളതായിരിക്കുന്ന ഏക ആശ്വാസം എന്ന് പറയുന്നത് ഭാഗവതമാണ്, ശ്രീമദ് ഭാഗവതം എന്നാണ്. അത് കാരണം പ്രത്യക്ഷ കൃഷ്ണനുമാണ്. കാരണം ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫലിക്കും എന്നുള്ളതാണ്. അത് ഏത് കാര്യത്തിലായാലും അങ്ങനെയാണ്, ഫലം പെട്ടെന്ന് ക്ഷിപ്രമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിൽ അങ്ങനെ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നേരെ സ്വർഗാരോഹണം വരെ പറഞ്ഞു എന്നാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയി. കാരണം നമ്മൾ മനുഷ്യനായിട്ട് അവതരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നിന്ന് വിട്ടു പോകണമെന്നാണ്. അപ്പോൾ അതനുസരിച്ച് ഭഗവാൻ തൻ്റെ ശരീരം അങ്ങോട്ട് ഉപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയ സമയത്ത് ഭഗവാന്റെ രൂപം നേരെ ആളുകളുടെ മനസ്സിലങ്ങോട്ട് പതിപ്പിച്ചു എന്നാണ്. അതാണ് ധ്യാനമംഗളം എന്ന് പറയാൻ കാരണം. അപ്പോൾ ആളുകൾക്ക് അതുകൊണ്ടാണ് ആ ഭഗവാന്റെ ധ്യാനമംഗളം വരെ ഉറപ്പിച്ചിട്ടാണ് ഭഗവാൻ പോയെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് കലികാലത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം നേരെ ഭഗവാനെ കീർത്തിക്കലാണ്. കീർത്തിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമുണ്ടാവുക. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഭാഗവതം മുഴുവനായിട്ട് ഇങ്ങനെ ഭഗവാന്റെ ലീലാവിലാസങ്ങളിങ്ങനെ രചിച്ചത്. അപ്പോൾ അതിലെല്ലാ അവതാരങ്ങളും വന്നു, അവതാരങ്ങളും വന്നു, അംശാവതാരങ്ങളും വന്നു. അങ്ങനെ എല്ലാം അതിൽ വിസ്തരിച്ചിട്ടാണ് നേരെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഉദ്ധവനെ പറഞ്ഞയച്ച് പിന്നീട് നേരെ സ്വധാമത്തിലേക്ക് ഭഗവാൻ പോയി എന്നാണ് ഭാഗവത കഥ വരിക. അപ്പോൾ അതിൽ ഭഗവാന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭഗവാൻ നേരെ ഈ പക്ഷഭേദം എന്ന സംഗതി ഉണ്ടായിരുന്നില്ല. ഭഗവാന് നേരെ 16,008 ഭാര്യമാരിലായിട്ട് 10 മക്കളാണ്. അപ്പോൾ 16,008 × 10 അപ്പോൾ അത്രയും മക്കളുണ്ടായി. ഒരാളെയും ഭഗവാൻ നേരെ പ്രത്യേകിച്ച് പരിലാളിച്ചിട്ടില്ല. അപ്പോൾ അവസാനം അവരൊക്കെ അക്രമികളായിട്ട് തീർന്നു. അങ്ങനെയാണ് ദ്വാരക തമ്മിൽ കടലങ്ങൾ നശിച്ചത്. ഒരാളെ മാത്രമേ ഭഗവാൻ നേരെ സുരക്ഷിതനായിട്ട് അയച്ചുള്ളൂ. അത് ഉദ്ധവനെയാണ്. ബദരി ആശ്രമത്തിലേക്ക് അയച്ചു എന്നാണ്.
കാരണം ഭക്തനാണ്. അപ്പോൾ ഭഗവാൻ ഭക്തനെ മാത്രമേ രക്ഷിക്കുള്ളൂ എന്നാണ്. മറ്റേ ഭഗവാൻ അങ്ങനെ ബന്ധുക്കൾ സ്വന്തക്കാരെന്നുള്ളതായിരിക്കുന്ന ആ ഒരു പക്ഷഭേദ പരിപാടി ഭഗവാനില്ല. അതാണ് ഭാഗവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം. അപ്പോൾ ഭക്തനാണെങ്കിൽ ഭഗവാൻ രക്ഷിക്കും, അഭക്തനാണെങ്കിൽ ഭഗവാൻ രക്ഷിക്കില്ല എന്നുള്ളതാണ് അതിൽ പഠിക്കുന്ന പാഠം. അപ്പോൾ അതാണ് ഭാഗവത്തിൻ്റെ ഒരു പാഠം അതാണ്. പിന്നെ ഭാഗവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാഗവത്തിൽ നിന്നിങ്ങനെ നമ്മൾ പ്രായോഗിക ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ പഠിക്കാനാണ്. ഭാഗവതം ഒരു പുരാണം എന്നാണ് നമ്മൾ പറയുമെങ്കിൽ പോലും അത് ഭാഗവതം നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് ഭാഗവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക സമയത്ത് എന്ത് ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഭാഗവതമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഭാഗവതം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ എന്താണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒരു ഹ്യൂമനിസ്റ്റാണ് സോഷ്യലിസ്റ്റാണ് എന്ന് പറയാം പുതിയ ആധുനിക ഭാഷയിൽ. ഹ്യൂമനിസം, സോഷ്യലിസം ഇതെല്ലാം ഭഗവാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഹ്യൂമനിസ്റ്റാണ്, അതേപോലെ തന്നെ സോഷ്യലിസ്റ്റുമാണ്. എല്ലാവരുടെ സമഭാവത്തിലാണ് പെരുമാറുക, ആരോടും പക്ഷഭേദം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഭാഗവതത്തിൻ്റെ ആ ഒരു അതേ സമയത്ത് വേണ്ട സമയത്ത് വേണ്ട പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അത് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു റവല്യൂഷണറി കാഴ്ചപ്പാടാണ് കൃഷ്ണന്. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് നേരെ അങ്ങനെ ചെയ്തത്, സാന്ദർഭികമായിട്ട് ചില ചെയ്യേണ്ടതായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഭഗവാൻ നേരെ ആ രൂപത്തിൽ മറ്റേ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയത് വൃന്ദാവനത്തിൽ. പിന്നെ അത് കഴിഞ്ഞൊക്കെ പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാ തരത്തിലും ആധുനിക ലോകത്തിൽ നേരെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഭാഗവതം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പഴയ ഒരു ആചാര്യനുണ്ടായിരുന്നു, അത് ഇപ്പം ഇല്ല, മരിച്ചു. അപ്പോൾ അദ്ദേഹം പറയും ഈ ഭാഗവതം എന്നുള്ളത് ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി ആണെന്നാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പൂർണ്ണമായിട്ട് പഠിപ്പിക്കാനുള്ള സിലബസ് ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ ഭാഗവത യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാമെന്നാണ്. അത്രയും കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ആളുകളോട് പെരുമാറുക, അത് തുടക്കം മുതൽ. പക്ഷെ അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഭാഗവതത്തിൽ പ്രധാനമായിട്ട് ആളുകൾ മുഴുവൻ പറയുന്നത് ഭക്തിയാണ്. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഭാഗവതം കൃഷ്ണനോട് അടുപ്പം വരും. ഭക്തി എന്തിനാണെന്ന് വെച്ചാൽ ഭക്തി ഉണ്ടായ ആൾക്കാർക്ക് അടുപ്പം വരും. ആളുകളെ അടുപ്പിക്കാനാണ് ഭക്തി. അപ്പോൾ ഭക്തി കൊണ്ട് ആൾക്കാർ അടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ചിന്തിക്കണം. ആ ചിന്തിക്കാനായിട്ടാണ് നേരെ ഈ താത്വികമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയും. അത് ഭഗവാന്റെ ആ ചെയ്ത പ്രവർത്തികളിൽ ഓരോന്നും എന്ത് ചെയ്തു എന്നുള്ള അതിൽ നിന്ന് ഒരു അനാലിസിസ് ഉണ്ടല്ലോ, ആ അനലിറ്റിക്കൽ കാഴ്ചപ്പാട് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാകാത്ത. നമുക്ക് ഒരു അനാലിസിസാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിനായിട്ട് ഭഗവാൻ 18 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 6 മാസം മുമ്പ് തന്നെ പോയി. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ഭീഷ്മർക്ക് മോക്ഷമൊക്കെ കൊടുത്ത ശേഷം നേരെ തിരിച്ചു വന്നു. തിരിച്ച് ദ്വാരകയിലേക്ക് വന്നപ്പോൾ ദ്വാരകയിലുള്ളതായിരിക്കുന്ന എല്ലാവരും വന്ന് ചുറ്റും ഇങ്ങനെ കൂടി. അപ്പോൾ സ്ത്രീകളൊക്കെ അവർ ഇങ്ങനെ മാളിക മുകളിലൊക്കെ കയറിയിരുന്നു. അവർക്ക് നേരിട്ട് മുന്നോട്ട് വരാൻ നിവൃത്തിയില്ല, കാരണം അവർക്ക് നേരെ ചില നിബന്ധനകളുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ആൾക്കാരും ഭഗവാനെ കാണാനായിട്ട് വന്നു എന്നാണ്. അപ്പോൾ ഭഗവാനെ കാണാനായിട്ട് വന്ന സമയത്ത് ഭഗവാൻ ഓരോരുത്തരോടും വേണ്ട രൂപത്തിൽ പെരുമാറി എന്നാണ്. അപ്പോൾ അതായത് നേരെ വന്ന സമയത്ത് ഭഗവാന്റെ അടുത്തേക്ക് വന്നതായിരിക്കുന്ന ആൾക്കാരെ കണ്ട സമയത്ത് എല്ലാവരെയും കണ്ടു, ആരെയും നേരെ ഭഗവാൻ ഒഴിവാക്കിയില്ല എന്നാണ് പറയും. ഒരാളെയും ഒഴിവാക്കിയില്ല. കാരണം കുറേ നാൾ കൂടി വരുമ്പോൾ ആൾക്കാർ വരികയാണല്ലോ. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയം, ഭഗവാന്റെ അടുത്ത് പോകാമോ എന്ന് സംശയം. ഭഗവാൻ നേരെ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങോട്ട് പോയി. അപ്പോൾ ഓരോരുത്തരെയും കണ്ട് അതാണ് നേരെ ഭാഗവത്തിൽ എടുത്തു പറഞ്ഞതായിരിക്കുന്ന ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നേരെ ഭഗവാൻ നേരെ എന്ത് ചെയ്തു, എല്ലാവരെയും ആശീർവദിച്ചു എന്നാണ്. അപ്പോൾ ഓരോരോ ആശീർവദിച്ചു. ചില ആൾക്കാർ എന്ത് ചെയ്യണം, ആശീർവാദം പലപ്പോഴും പല രൂപത്തിലാണ്. കാരണം ഒരാളെന്ന് വെച്ചാൽ ആശീർവാദം എന്ന് വെച്ചുകൊണ്ട് ഒരു മൈൻഡ് ചെയ്യാന്ന് പറയില്ലേ. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നു, പരിചയക്കാരുമുണ്ട്, കണ്ടുപരിചയമുള്ളവരുണ്ട്, വളരെ അടുപ്പമുള്ള ആൾക്കാരുണ്ട്. ഓരോരുത്തരോടും ഓരോ രൂപത്തിലല്ല നമ്മൾ മൈൻഡ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ മൈൻഡ് ചെയ്യണം, ആരെയും ഒഴിവാക്കരുതെന്നാണ്. അതാണ് ഭഗവാൻ ആദ്യത്തെ സ്കന്ധത്തിൽ പറയുന്നതായിരിക്കുന്നൊരു കാര്യം. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഭഗവാൻ ചില ആൾക്കാരെക്കുറിച്ച് പറയുന്നതാണ് പ്രഹ്വ. ആ ശ്ലോകം അതാണ്. പ്രഹ്വ അഭിവാദ്യ ആശ്ലേഷ കരസ്പർശ സ്മിതേക്ഷണാൻ. ഒരൊറ്റതിൽ നേരെ വ്യാസഭഗവാൻ ഒതുക്കി. അതാണ് ഭാഗവത്തിൽ ആ ഒറ്റ ശ്ലോകം പഠിച്ചാൽ അത് എങ്ങനെയാണ്, അതൊരു നല്ല ഡിപ്ലോമാറ്റാണ്. അതാണ് ഭഗവാനിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിപ്ലോമസി, അതാണ് ഒരു നല്ല ഡിപ്ലോമാറ്റായിരുന്നു. ആ ഡിപ്ലോമസിയാണ് അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഹ്യൂമനിസം, സോഷ്യലിസം ഇതെല്ലാം ഇതിനകത്തും ഉണ്ട്. പ്രഹ്വ എന്ന് വെച്ചാൽ ചില ആൾക്കാരെ കാണുമ്പോൾ കണ്ടുപരിചയമുള്ള ആൾക്കാരെന്ന് പറയും, ഹലോ എന്ന് പറയും. അതാണ് പ്രഹ്വ എന്ന് പറയുമ്പോൾ. ഹലോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷമായി, കണ്ടുപരിചയമുള്ള ആളല്ലേ.
അഭിവാദ്യം. അപ്പോൾ നേരെ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, അഭിവാദ്യം ചെയ്യണം, ഇങ്ങനെ ശരിക്കും കാണിക്കണം. ഇവർ ഹാ എന്ന് പറഞ്ഞാൽ പോരാ, നേരെ കൈ വീശി ടാറ്റ പോലെ കാണിക്കണമെന്നാണ്. ചില ആൾക്കാർക്ക് എന്താണ്, നേരെ കരസ്പർശ, കൈ പിടിക്കണം, പോയിട്ട് കൈ പിടിച്ചെന്ന് ചെയ്യണം. കൈ പിടിച്ചെന്ന് കുലുക്കി കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയാവുള്ളൂ. വെറുതെ ഹാ എന്ന് കാണിച്ചാൽ പോരാ, കൈ പിടിച്ച് ഹലോ എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് കുലുക്കണം. പിന്നെ കരസ്പർശ, പിന്നെ സ്മിത ഈക്ഷണൈ. ചില ആൾക്കാർക്ക് പുഞ്ചിരി, സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയാണ്. കണ്ടുപരിചയമുള്ള ആൾക്കാരെ അവർക്ക് പരിചയമുണ്ട്, പക്ഷേ എങ്ങോട്ട് വരില്ല, അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. ചില ആൾക്കാർ നോക്കിയാൽ മാത്രം മതി. അത് അങ്ങനെയുള്ള ആയിരിക്കുന്ന സ്ത്രീഭാഗങ്ങളൊക്കെ അങ്ങനെ നോക്കി. അപ്പോൾ അതാണ് ഭഗവാന്റെ, അതാണ് പ്രഹു അഭിവാദ ആശ്ലേഷ കരസ്പർശ സ്മിതേക്ഷണൈ എന്നാണ്. പിന്നെ അടുത്തതാണ് സ്വയം ച ഗുരുവിപ്രേഭ്യ എന്നാണ്. ഇപ്പോൾ ഗുരുക്കന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠനൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നാണ്. അതാണ് അതിന് ആ ഡിപ്ലോമസി. അത് അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് തേരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെയായിട്ട് ഗുരുക്കന്മാരെയും യുപ്പന്മാരെയും എന്ത് ചെയ്തു, അഭിവാദം നേരെ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു എന്നാണ്. അതാണ് അതിൻ്റെ. അപ്പോൾ ഏത് കാര്യം ഏത് സമയത്ത് എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ പ്രശ്നം അതാണല്ലോ. അപ്പോൾ വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യണമെന്നാണ്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ഭാരതത്തിൻ്റെ പൊതുവെ കേരളത്തിലുള്ളത്. വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യണതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കെന്താണ്, വേണ്ട കാര്യം വേണ്ടാത്ത സമയത്ത് വേണ്ടാത്ത പോലെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അപകടങ്ങളും പ്രശ്നങ്ങളും സകല പ്രശ്നങ്ങളും കാരണം. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യും, അത് വേണ്ടാത്ത സമയത്ത് വേണ്ടാത്ത പോലെ ചെയ്യും. അപ്പോൾ വേണ്ട പോലെ ചെയ്യില്ല, വേണ്ടാത്ത പോലെ. ഭഗവാൻ അതല്ല, വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യുന്നതാണ്. അതാണ് ഭഗവാന്റെ ഗുണം. അതാണ് ഭാഗവതത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ. ഭഗവാന്റെ പുരാണങ്ങൾ വേറെയുണ്ട്, കൃഷ്ണൻ്റെ പുരാണങ്ങളൊക്കെ ധാരാളമുണ്ട്, പക്ഷേ അതിലൊന്നുമില്ല. പക്ഷേ ഭാഗവതത്തിൽ മാത്രമാണ് ഈ ഭഗവാന്റെ ഡിപ്ലോമസി അത് നേരെ എടുത്ത് കാണിക്കുന്നതായിരിക്കും. അത് ആദ്യത്തെ സ്കന്ധത്തിനെ ശരിക്കും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു അനാലിസിസ് കാഴ്ചപ്പാടോടുകൂടി ഭാഗവതത്തെ മനസ്സിലാക്കണം. അപ്പോഴേ നമുക്കിത്, അപ്പോൾ ആണ് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു സിലബസ് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ എല്ലാം വന്നു, എല്ലാ കാര്യങ്ങളും അതിൽ വന്നു എന്നാണ്.